ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ക്രീമി ചീസി കുനാഫയാണ്. അതിൽ ഡോ സഹിതം നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. വീട്ടിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഒരു ബൗൾ ഷുഗർ, കോൺഫ്ലവർ, മൈദ, ക്രഷ് ചെയ്ത ബദാം, പിന്നെ ചീസ്, മിൽക്ക്, ബട്ടർ, ഓയിൽ ഇത്രയും എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ബൗൾ മൈദയിൽ കുറച്ച് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കതിനൊരു ബോട്ടിലോട്ട് ആക്കണം. അതിൻ്റെ ടിപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ദോശ പാൻ എടുത്തിട്ട് കുറച്ചായിട്ട് ഇത് ഒഴിച്ചിട്ട് ഡോ ഉണ്ടാക്കാനായിട്ടാണ്. നമുക്കിത് കടയിൽ നിന്ന് വേണമെങ്കിലും ഡോ മേടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിനെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഡോ തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ ബട്ടർ മെൽറ്റ് ചെയ്യണം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡോയിലോട്ട് ചേർക്കാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആവശ്യത്തിന് ബട്ടർ എടുക്കുക. ഞാനൊരു 100 ഗ്രാമിൽ കൂടുതൽ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഡോയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കണം. അത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് ഒരു പാത്രത്തിൽ പാലെടുക്കണം. അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ മിൽക്കിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് അതൊഴിക്കാം. അതിന് ശേഷം നമുക്ക് ക്രീം വേണം. ക്രീം നമുക്ക് ഒരാവശ്യത്തിന് ഒഴിക്കാം. ഞാനൊരു ബൗൾ ക്രീം എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം എടുത്ത്. അതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ചീസ് ആഡ് ചെയ്യണം. നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കട്ട പിടിക്കാതിരിക്കാനായിട്ട്. കോൺഫ്ലവർ ഇട്ടിട്ടുള്ളതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രേ എടുക്കാം. അതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിട്ട് കൊടുക്കാം. നമ്മളിതൊരു ഒരു ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ ക്രീം ചീസ് മിക്സ് ഒഴിക്കുക. അതൊഴിച്ചതിന് ശേഷം നമുക്കൊരു വീണ്ടും ഒരു ലെയർ കൂടെ വെക്കണം. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ചീസൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ ഇടാം. ഞാൻ എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ഇടുന്നുണ്ട്. അത് നമ്മുടെ സേമിയ മിക്സാണ്. അത് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ മേലിലിട്ട് കൊടുക്കാം. ഇത് കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് മൊത്തത്തിൽ സേമിയ ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ 2 രീതിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തെടുക്കണം. ബദാം ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ അത് ഇടണം. നമുക്ക് പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്കിത് അവനിൽ വെക്കണം. ഒരു 20-25 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഞങ്ങൾ വെക്കുന്നത്. അതിനുശേഷം അത് ബേക്ക് ചെയ്തതിന് ശേഷം എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാനുണ്ട്. അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് ട്രെയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വെക്കണം. ഇതിനെ നമ്മൾ തിരിച്ചൊരു പാത്രം വെച്ച് തിരിച്ച് വെച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിന് മധുരം അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വേണം. അതെല്ലാം ഷുഗർ സിറപ്പ് എല്ലാം അതിൽ പിടിച്ചിട്ട് ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ അപ്പോൾ വേണമെങ്കിലും കഴിക്കാം. സോ ആ ചീസും ബട്ടറും എല്ലാം കൂടെ മിക്സായിട്ട് ഇപ്പം ഒരു വെറൈറ്റി കുനാഫ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.